ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ ഫ്രം ആൻഡ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പതിവ് പോലെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലായ ആൻഡ് ക്രിയേഷൻസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ ബെല്ലൈക്കണിൽ 3 ഓപ്ഷനിൽ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യണേ. ഇഷ്ടമുള്ള നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രൗണിയാണ്. അപ്പോൾ ബ്രൗണി പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് കൊക്കോ പൗഡർ, 3/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, 1 കപ്പ് ഷുഗർ. അപ്പം നിങ്ങൾ നല്ല തരിയുള്ള ഷുഗർ ആണെങ്കിൽ ബട്ടറിലൂടെ ആഡ് ചെയ്താൽ മതി. ഇല്ല പൗഡർഡ് ഷുഗർ ആണെങ്കിൽ ഈ സമയത്ത് നമുക്ക് അരിപ്പയിലൂടെ നന്നായിട്ട് ഇതിൽ നിന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 കപ്പ് ബട്ടറാണ്. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് മെൽറ്റ് ചെയ്യിപ്പിക്കണം. അപ്പം ഡബിൾ ബോയിലർ മെത്തേഡിൽ വേണമെങ്കിൽ മെൽറ്റ് ചെയ്യാം, മൈക്രോവേവ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. അതും അല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണെങ്കിലും ഈ ബട്ടറിനെ ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ചൂടോടെ നല്ല തരിയുള്ള ഷുഗർ ആണെങ്കിൽ ചൂടോടെ ഇരിക്കുന്ന ബട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പൗഡർഡ് ഷുഗർ ആണെങ്കിൽ നിങ്ങൾ കൊക്കോ പൗഡറിലൂടെ നമുക്ക് മറ്റ് പൗഡേഴ്സിലൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ബട്ടർ റൂം ടെമ്പറേച്ചറിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കതിലേക്ക് 2 മുട്ടേനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂട് ബട്ടറിലേക്ക് ആഡ് ചെയ്യരുത്, മുട്ട വെന്ത് പോകും. അതുകൊണ്ടാണേ. അപ്പോൾ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാം. ഇടയ്ക്ക് ക്യാമറ ഒന്ന് ഓഫായി, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ കോഫിയും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ വാനില എസൻസും അതുപോലെ 1 പിഞ്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഒരു ചെറിയ ടിപ്പ് പോലെ പറയാനുണ്ട്. കൊക്കോ പൗഡർ എടുക്കുന്ന സമയത്ത് ഡച്ച് കൊക്കോ പൗഡർ കിട്ടാൻ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ കഴിവതും ആഡ് ചെയ്യണേ. ഇനി നമുക്ക് ഈ പൊടികളും, അതായത് വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. ഇതിലേക്ക് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, പക്ഷേ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഭയങ്കര റിച്ചി ആക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബ്രൗണി കുറച്ചുകൂടെ ഒന്ന് റിച്ച് ആവാൻ വേണ്ടിയിട്ട് 1 കപ്പ് മിൽക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെമി സ്വീറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്യാം. നിങ്ങളുടെ പ്രിഫറൻസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ചിപ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബ്രൗണിയിൽ സാധാരണ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല രസമായിരിക്കും കേട്ടോ. കട്ട് ചെയ്യുന്ന സമയത്ത് ആ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് അതിനകത്ത് കാണാൻ നല്ല രസമാണ്. പക്ഷേ എനിക്ക് മിൽക്ക് ചോക്ലേറ്റ് ആണ് ഇഷ്ടമുള്ളതുകൊണ്ട് അത് തന്നെ ആഡ് ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് നട്ട്സ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ നട്ട്സിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. എനിക്ക് കുറേ ഇഷ്ടം മിൽക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് 1 കപ്പ് മിൽക്ക് ചോക്ലേറ്റിനെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം പാർച്ച്മെൻറ്റ് പേപ്പർ ലൈൻ ചെയ്ത ടിന്നിലേക്ക് തന്നെ ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കണേ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു വളരെ മെസ്സി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ ഇത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് കഴിവതും പാർച്ച്മെൻറ്റ് പേപ്പർ ലൈൻ ചെയ്ത കേക്ക് ടിന്നിലേക്ക് തന്നെ നിങ്ങളിത് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് നമുക്കിതിനെ ബേക്ക് ചെയ്യാം. അപ്പം ബേക്ക് ചെയ്യുന്നതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ പ്രീഹീറ്റഡ് ആയിട്ടുള്ള അവനിൽ തന്നെ ഇത് ബേക്ക് ചെയ്യാവുള്ളൂ. അപ്പോൾ ചൂടോടിരിക്കുന്നതിലേക്കാണ് നമ്മൾ ബേക്ക് ചെയ്യേണ്ടത്. അത് ചുമ്മാ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പം പ്രീഹീറ്റഡ് ആയിട്ടുള്ള അവനിൽ 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ നമ്മൾ 30 മിനിറ്റ്സ് കഴിയുമ്പോൾ തുറന്ന് നോക്കുക. അതായിട്ടില്ല എങ്കിൽ പിന്നീട് ഒരു 5 മിനിറ്റും കൂടെ വെക്കാം. അപ്പോൾ എനിക്കൊരു 35 മിനിറ്റ് എടുത്തു ഇത് ആയി വരാനായിട്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, പ്രീഹീറ്റഡ് ആയിട്ടുള്ള അവനിൽ വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ ബ്രൗണിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഒരു പാട പോലൊരു ചോക്ലേറ്റ് ലെയർ വരും. മറ്റ് നമ്മൾ ചോക്ലേറ്റ് കേക്ക് പോലെ ഉള്ളതല്ല. അപ്പോൾ അതിനൊരു വ്യത്യാസം കൊടുക്കുന്നത് പറഞ്ഞാൽ ആ പാട പോലുള്ള ഒരു ലെയറാണ് ശരിക്കും ബ്രൗണിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ. പിന്നെ നമ്മളിതിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊരു ശരിക്കും അമേരിക്കൻ ഡെസേർട്ടാണ്. മലയാളികൾക്ക് സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് മറ്റ് നാടൻ ഡെസേർട്ട്സ് ഉള്ളതുകൊണ്ട് ഒരുപാട് പോപ്പുലർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ചോക്ലേറ്റ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണ് ബ്രൗണി. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിൻ്റെ ഫാനാണ്? ചോക്ലേറ്റ് കേക്കിൻ്റെ ഫാനാണോ അതോ വാനില കേക്കിൻ്റെ ഫാനാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേക്ക് എന്താണ്? അപ്പോൾ #AndCreations ഇട്ടതിന് ശേഷം നിങ്ങളുടെ ഉത്തരങ്ങൾ അതിൽ കൊടുക്കണേ. ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് ടാപ്പ് ചെയ്തു. നിങ്ങൾ കണ്ടല്ലോ ടാപ്പ് ചെയ്യുന്ന രീതി, ആ രീതിയിലാണ് ഞാൻ ടാപ്പ് ചെയ്തത്. എന്നിട്ട് ഇതിനെ ബേക്ക് ചെയ്യാൻ പോവുകയാണ്. 350 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിട്ടുള്ള അവനിൽ നമ്മളിതിനെ 30 മിനിറ്റ് മുതൽ 35 മിനിറ്റ് വരെ നമ്മളിതിനെ ബേക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ കൂൾ ഡൗൺ ആയിട്ടുള്ള കേക്കിനെ നിങ്ങൾ കട്ട് ചെയ്യുക.
ഇത് ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, പാലിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഐസ്ക്രീമിൻ്റെ കൂടെയുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രൗണി കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ ആ കോമ്പിനേഷൻസിന് കൂടി ഒന്നും കഴിക്കാനായിട്ട് എനിക്ക് പറ്റുന്നതിന് മുൻപ് തന്നെ ഞാൻ അല്ലാണ്ട് തന്നെ അങ്ങ് ബ്രൗണി കഴിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഒരു കോമ്പിനേഷൻ പോലെ പറയുകയാണെങ്കിൽ ഐസ്ക്രീമും അതുപോലെ തന്നെ പാലുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കോമ്പിനേഷൻസ്. അപ്പം വീണ്ടും ഒന്നും കൂടെ ചോദ്യം ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള കേക്ക് റെസിപ്പി ഏതാണെന്ന് #AndCreations കൊടുത്തതിന് ശേഷം നിങ്ങൾ ഉത്തരം പറയുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നും ട്രൈ ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മോളുടെ ബിഹൈൻഡ് ദ സീൻസ് കാണിക്കാമേ. എന്നെക്കൊണ്ട് വളരെ ആ ചൂടായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് കട്ട് ചെയ്യിപ്പിച്ചു കേട്ടോ. അതുപോലെ തന്നെ മോള് നന്നായിട്ട് ബൗളൊക്കെ കഴിക്കുന്നത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിലിടാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ എടുക്കാൻ ബൈ ബൈ ഫ്രം ആൻഡ് ക്രിയേഷൻ.